അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ, അള്ളാഹുവിന്റെ ഹാക്കിമിയത്തിൽ, അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്തിൽ സമന്മാരായി ഒരു ശക്തിയോ വ്യക്തിയോ ഒരു വസ്തുവോ ഉണ്ട് എന്നൊരാൾ വിശ്വസിക്കലാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഷിർക്ക് എന്ന് പറയുന്നത് അതിനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ശക്തിക്ക് പങ്കുണ്ട്. അതായത് ശക്തി, ഇപ്പോ ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ നിങ്ങൾ കാണാൻ കഴിയും, ശക്തികളെയാണ് അവർ ആരാധിക്കുക. അഗ്നി, സമുദ്രം, മഴ തുടങ്ങിയ ശക്തികൾക്ക് ദേവനുണ്ടാവും, അവരതിനെ ആരാധിക്കും. വ്യക്തികൾ ഉണ്ടാവും, പുണ്യപുരുഷന്മാർ, മഹാന്മാർ. ലാത്ത, ഉസ്സ എന്നൊക്കെ പറയുന്നത് മഹാന്മാരായിരുന്നു. ഖുറൈശികൾ പൂജിച്ചിരുന്ന ലാത്തയും ഉസ്സയും അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും സൗജന്യമായി വിതരണം ചെയ്തിരുന്ന മഹാന്മാരായിരുന്നു ആര്? ലാത്തയും ഉസ്സയും. അവർ മരിച്ചപ്പോൾ അവരെ ആരാധിക്കാൻ ആര് തുടങ്ങി? ഖുറൈശികൾ തുടങ്ങി. അവരുടെ വിഗ്രഹങ്ങളൊക്കെ അവരുടെ അനുഭവത്തിൽ മഹാന്മാരായിരുന്നു. അപ്പൊ അതുണ്ടാവും. വ്യക്തികൾ അതിൽ പങ്കുചേർക്കും. അതുപോലെ തന്നെ വസ്തുക്കൾ, വിഗ്രഹങ്ങളെ പോലുള്ള വസ്തുക്കളെ അതിൽ പങ്കുചേർക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ അതിൽ പങ്കുചേർക്കൽ ഉണ്ടായാൽ അത് ഷിർക്കാണ്. ഷിർക്ക് അതികഠിനമായ പാപമാണ്. നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും അത് പൊളിച്ചു കളയും, എല്ലാ സൽക്കർമ്മങ്ങൾക്കും പ്രതിഫലമില്ലാതാക്കി കളയും. പടച്ച റബ്ബ് ഒരാളോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പാപമായി എണ്ണിയത് ഏതാണ്? ഷിർക്കാണ്.